വെച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഒരു സാധനം വെച്ചാലും കാണത്തില്ലല്ലോ ഓർക്കുക. എന്തൊരു രാവിലെ തന്നെ തുടങ്ങിയ ബഹളം. ഒരു സമാധാനം തരുമല്ലോ മക്കളവന്. ആ സമാധാനം തരത്തില്ലടി. ഞാൻ വെക്കണ സാധനം ഒന്നും കാണുന്നില്ല. എന്ത് സാധനം കാണാനില്ല? എന്റെ റിമോട്ട് എന്തേടി? റിമോട്ട് കൊണ്ട് നടക്കാൻ നിങ്ങൾ എന്താ തള്ള റോബോട്ട് വല്ലതാണ്? ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോ. മര്യാദയ്ക്ക് എന്റെ റിമോട്ട് തന്നോ. ഇവിടെ കേബിൾ എടുത്ത് വെച്ചേക്കണതേ എനിക്കും ഓമനക്കും ടി വി കാണാൻ വേണ്ടിട്ടാണ്. എടി കേബിളിന്റെ കാശല്ലേ നീ കൊടുക്കണത്? ഈ ടി വി കാണാൻ വെച്ചിരിക്കുന്നതേ എന്റെ കാശ് മുടക്കിയാ. ആ ഉവ്വ, അങ്ങനെ ഇപ്പൊ നിങ്ങൾ ടി വി കാണണ്ട. ആഹാ എടി മര്യാദയ്ക്ക് എന്റെ റിമോട്ട് താ. എനിക്ക് ഭക്തി സീരിയൽ കാണേണ്ടതാ. ഇവരോട് സംസാരിച്ച എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാനല്ല നിങ്ങളോട് മിണ്ടാ. നിങ്ങൾക്ക് ഓമനെ പറ്റുള്ളൂ. ഓമനെ നിങ്ങളോട് വരട്ടെ. ഓമനെ ഓമന ഓമന വന്ന എന്നെ മൂക്കി കയറ്റുവാ. ഓമനെ എന്തായി ഇതെന്നതാണ്? ഞാൻ അവിടെ നിന്ന് കഞ്ഞിയടച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ ഓമനെ എന്നുള്ള വിളി കേട്ട് സ്ലിപ്പായ മൊത്തം പൊള്ളിപ്പോ പറയാവാ. എന്താണ് വൈകി ചേച്ചി? ഓമനെന്ന് വിളിച്ചപ്പോ കുണുങ്ങി കുണുങ്ങി വന്നല്ല. ഞാൻ കുടുങ്ങി കുടുങ്ങി വരും എന്റെ ഭാര്യ എടുത്ത. ഓമന പൊട്ട. ഓമന പൊട്ടനല്ല, ഓമന കുട്ടൻ. പേര് ഓർമ്മയുണ്ടല്ലേ നീ? ഓർക്കുന്നുണ്ട്. പൈമി ചേച്ചി ഇവിടെ കിടന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ കേട്ടെങ്കിലും ഇറങ്ങി പൊയ്ക്കോന്നേ. അയ്യോ അതെ, പോയി പള്ളി പറഞ്ഞാ മതി. ഇത് എന്റെ സ്വന്തം വീടാ. ആരുടെ വീടാണെന്നൊക്കെ നാട്ടുകാർക്ക് അറിയാം. ഇവിടെ നിങ്ങളുടെ മകൻ എന്ന് പറയുന്ന ഒരുത്തൻ അമേരിക്കയിലുണ്ടല്ലോ, മനോജ്. അവന് വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നത്. അറിയാം. നിങ്ങൾ വാടകയ്ക്കല്ലേ? ഞാന് എന്റെ ഭർത്താവ് എനിക്ക് തന്ന സ്വന്തം വീട്ടിലാ താമസിക്കുന്നത്. അല്ല എങ്ങനെ? ഇതെന്താണ് എപ്പോ നോക്കിയാലും ഇവിടെ ബഹളമുള്ള? അല്ല ഇവര് നമ്മുടെ സ്വസ്ഥത തന്നെയല്ലേ. നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് നോക്കിയിരിക്കണത്? ഞാൻ നോക്കും. ഇവിടുത്തെ മനോജ് ഉണ്ടല്ല, അവൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാനാണ് ഇവരെ ഇവിടെ താമസിപ്പിച്ചത്. അപ്പൊ ഞാൻ നോക്കും ഇവരുടെ കാര്യത്തില്. എനിക്കറിയാം നീയാണ് എനിക്കിട്ട് ഈ പാര പെടുന്നതെന്ന്. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടെ കയറി കിടന്നതും എങ്ങനെയാണെന്നും ഇതെല്ലാം എഴുതി മേടിച്ച് എങ്ങനെയാ നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. നാട്ടുകാരങ്ങനെ പലതും പറയും. നിനക്കറിയാവാ? എന്റെ കെട്ടിയോൻ ആകണേന് മുമ്പ് ഇവിടെ മേലാതെ കിടന്നപ്പ ഹോം നേഴ്സ് ആയിട്ട് വന്ന് അങ്ങേരെ ഭാര്യയെക്കാളും നന്നായിട്ട് ചികിത്സിച്ച് നോക്കിയ ആ ഒരു സ്നേഹം കൊണ്ട് അത് ഞാൻ മേലാതെ കിടന്നെടുത്ത് കിടന്ന് ഗ്ലൂക്കോസ് ഉപ്പിയുടെ വയറ് വലിച്ചെടുത്തിട്ട് പറഞ്ഞ് എനിക്ക് താലിമാല മേടിക്കാൻ പോകാൻ ആവതില്ല, ഇതെന്റെ താലിമാലയായിട്ട് കരുതണോന്ന് പറഞ്ഞ് കഴുത്തെ കെട്ടിത്തത്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഒന്ന് പതിച്ച് ഈ സ്ഥലവും വീടും എന്റെ പേരിൽ എഴുതി തന്നത്. ആ കൈ എങ്ങനെ പതിപ്പിച്ചെന്നൊക്കെ എല്ലാരും പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇറക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ. അതെ, മനോജ് രാവിലെ വിളിച്ചായിരുന്നു. മനോജ് വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ വീട് അങ്ങോട്ട് പൊളിക്കും. അപ്പുറത്തൊരു 2 നിലയുടെ വീട് പണിയും. അവിടെ താഴെ നെയ്യും, മേളിൽ നിങ്ങളും. എന്നാ വൈവി ചേച്ചി ഒരു കാര്യം ചെയ്യും, മേളിൽ ഞങ്ങൾ താമസിക്കാം, താഴെ വൈവി ചേച്ചി താമസിച്ചോ. അപ്പൊ എന്റെ തലയെ ചവിട്ടിട്ട് നിനക്കൊക്കെ മേലേക്ക് ഈ പെണ്ണുമ്പിള്ളനെ ചവിട്ടിത്താത്ത പാതാളത്തിലൊക്കെ ഞാൻ ചവിട്ടിത്താത്ത. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ എന്താ നിങ്ങൾക്ക് പ്രശ്നം? എനിക്ക് റിമോട്ട് വേണം. നിങ്ങളുടെ റിമോട്ട് കൊടുക്കാനായിട്ട്. റിമോട്ടാണ് പ്രശ്നം തീർന്നല്ല. റിമോട്ട് കൊടുത്തുള്ള ബാറ്ററി ആരെയും കലത്തി കിടക്കും. ഒരു കാര്യം പറയട്ടെ, ഈ തള്ള ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഈ വീട് നമുക്ക് വിൽക്കാൻ പറ്റൂല. എന്റെ ദൈവമേ, ഇതിപ്പോ മനോജിന് വാടകം കൊടുത്ത് ഞാൻ ഇവിടെ അവന് എനിക്ക് കുറച്ച് കാശ് തരാണ്ട് ഇത് വിറ്റാലേ എനിക്ക് എന്റെ ഈ സാധനം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ എങ്ങനെ വിൽക്കാനാണ്? എന്ത് ചെയ്യും? അത് തന്നെയല്ല, എന്റെ സൂപ്രണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് വരും. എന്താണ് പറയുന്നത്? നിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാറ് വന്നു കഴിയുമ്പോ എന്ത് ചെയ്യൂന്നുള്ള ഇവരൊന്ന് പൂട്ടിയിടാൻ നോക്കിയാൽ എന്ത് ചെയ്യും? നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഓമനക്കുട്ട വിശേഷം? നല്ല വിശേഷം. ഇതാണ് എന്റെ ഭാര്യ. അല്ല സോറി, ഇതാണ് എന്റെ ഭാര്യ ഗോപി. നമസ്കാരം. അത് ഞാൻ പറഞ്ഞില്ലേ, സതീശൻ. സതീശൻ എന്റെ ജോലിക്കാരിയാണ് ആൾ പറഞ്ഞത്. ഈ പുള്ളിക്കാരന്റെ ജോലിക്കാരനെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അത് ഞാൻ റെഡിയാക്കാം. വന്ന കാലം നിൽക്കാതെ ഇരുന്നാട്ടെ. എന്തായാലും ജോലിയുടെ കാര്യം സാർ ഓക്കെ തമാശ കാണിച്ചതാ. ഈ തമാശ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണുമ്പുള്ള എന്താണ് ഇവർക്ക് പ്രശ്നം? വട്ടാണ് സാറേ. ഇത് സൂപ്രണ്ടാ. അയ്യേ, പേര് കൊള്ളാം, പക്ഷെ നിനക്ക് ഒട്ടും ചേരണില്ല പേര്. എന്റെ പേര് രാഘവൻ എന്നാണ്. അതെ. സൂപ്രണ്ട് എന്ന് പറഞ്ഞു ഞാൻ കമ്പനിയിലെ സൂപ്രണ്ടാ. ആണോ? ചേച്ചി ഒന്നിങ്ങി വന്നേ. ഒരു മിനിറ്റ് സാറേ, ഒന്നിങ്ങി വന്നേ. അതെ, എന്റെ കമ്പനിയിലെ മേലുദ്യോഗസ്ഥനാ. ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാ എന്റെ ജോലിയുടെ കാര്യത്തിന്. അപ്പൊ ചേച്ചി അതെല്ലാം പാക്കരുത് സാറേ. പനിയുണ്ടാ? അയ്യോ. തലവേദനയുണ്ടാ? ചൂടുണ്ടാ? ഇല്ല. എന്താണ്? അയ്യോ ഏതാണ്ടുണ്ട്. പിന്നെ ഈ പൊതയം പതിച്ച് നിക്കണത്. അയ്യോ, ഇത് പൊതയല്ല, ഇത് കോട്ടാണ്. കോട്ടാണോ? ഞങ്ങളിങ്ങനെ ഓഫീസിൽ ഇടുന്ന കോട്ടാണ്. ആണല്ലേ? സീരിയലിലൊക്കെ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ട്. സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അയ്യോ നീയല്ല, നല്ല ഒന്നാന്തര ആമ്പിള്ളേർ സീരിയലിൽ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നിനക്കിത് ചേരണില്ല.
ഒട്ടും ചേരണില്ല. ഞാൻ അങ്ങനെ ഇടാറില്ല. അല്ല സാറേ കുഴപ്പമില്ല സാറ് കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് ഇട്ടതേ ഉള്ളൂ. സാറില്ലേ കുഴപ്പമില്ല സാറേ. അതെ ഗോപി സാറേ സാറേ ബിസ്ക്കറ്റ് സാർ ഇവിടെ ഇരുന്നേ. മാർക്ക് അങ്ങോട്ട് ബിസ്ക്കറ്റ് കഴിക്കും ഇരിക്കും സാറേ. കുറച്ച് പൊടിയാണല്ലോ ഇതിനകത്ത്. അയ്യോ ദൈവമേ അയ്യേ ഇതെന്തീ കാണിക്കണത്? കൂറ തുണിയിട്ടിട്ടാണ് ഇതൊക്കെ തുടക്കണത്. ഒരു വൃത്തിമേനല്ലേ ഇതുങ്ങൾക്ക്. സാറ് കഴിക്ക്. എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. ഗ്യാസ് കഴിക്കല. ചായ കുടിച്ചാട്ടെ. മധുര ഇട്ടിട്ടുണ്ട് അതില്. അയ്യോ മധുരയിലില്ല, ഷുഗർ ഉണ്ടോ? എനിക്ക് ചായ വേണ്ട. ഞാൻ ആ കാര്യം പറഞ്ഞു. എനിക്ക് ചായ വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ സാർ. ഒരു ഗ്ലാസ് വെള്ളം വേണ്ട. എനിക്ക് വെള്ളം വേണ്ട. വെള്ളം വേണ്ട. ഒന്നും വേണ്ട. നിനക്ക് ഷുഗർ ഉണ്ടെന്ന് കരുതി അവള് മധുരയിടാത്ത ചായ കൊണ്ട് അല്ല ചേച്ചി, എനിക്ക് വേണ്ട. സോറി സാർ. 2000 രൂപ ഷർട്ടാ. ഭാഗ്യം പാൻ്റെ വീണില്ലല്ലോ സാറേ. വീണില്ലേ? ഈ മനപ്പൂർവ്വം എന്നെ വീട്ടിൽ വിളിച്ച് അപമാനിക്കല്ലോ. അല്ല സാറേ ഞാനത് നീ കമ്പനി കണ്ടുപോലെ നിന്റെ ജോലി എന്റെ സാറേ എന്റെ ആരുമല്ല ഇവര്. ദൈവമേ, ഞാൻ ഇവന്റെ അമ്മായിയാണ്. ഇവൻ പറഞ്ഞിട്ടാ ഇതെല്ലാം ചെയ്തത്. അമ്മായിയാണോ? അല്ല സാർ എന്റെ ആരുമല്ല ഇവര്. നീ നുണ പറയാനല്ലേ? അല്ല സാർ. നീ കമ്പനിയിലേക്ക് വന്ന് ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അയ്യോ സാറെ ഡിസ്മിസ് ചെയ്യരുത്. ഡിസ്മിസ് ചെയ്യരുത്. നീ വിളിച്ചു നിർത്തി എന്റെ ഓയിൽമെന്റ് മേടിച്ചു തരാം. നീ ഒന്നും മേടിച്ചിട്ടുണ്ടല്ലോ. എന്റെ ജോലിയുടെ കാര്യം എങ്ങനെ നിന്റെ ജോലിയുടെ ഒറ്റ അടിയാന്ന്. ഇവനും ഇല്ല നിനക്കും ഇല്ല ജോലി. രണ്ടുപേരും നീ ഇവനെ നോക്കിയോ സാറേ? എടാ അവരെ കൊണ്ട് വല്ലതും ആശുപത്രിയിലാക്കണം. ജോലി പെണ്ണുപിള്ളേ നിനക്ക് സമാധാനായ? ആ സമാധാനായിടാ. എന്നെ ഓടിക്കാൻ പറ്റില്ല. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പുകച്ചു വൃത്തിയാടിക്കണമെന്ന് എനിക്കറിയാം. ആ അതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ പണി കളഞ്ഞ അവർക്ക് ഞാൻ പണി നല്ല പണി കൊടുക്കാം. നീ എന്ത് പണി കൊടുക്കാനായിട്ടാ? നിങ്ങൾ ഇതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ തളേൻ ഇന്ന് രാത്രിക്ക് രാമാനെ ഇവിടെ ഞാൻ കെട്ടിച്ചോളാം. എങ്ങനെ കെട്ടിക്കാൻ? ബോംബെയിൽ എന്റെ അമ്മാവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അമ്മാവൻ വരും. എന്റെ ദൈവമേ, ആന വന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ബോംബെയിൽ ഇവിടെ അമ്മാവനെ വിളിച്ചെന്ന്. ഏതമ്മാവനാടാ? അപ്പൊ നീ കേട്ടിട്ടില്ലേ? ബോംബെ അതോ ലോകത്തെ കിടുകിട വിറപ്പിച്ച ദിവാകർജി ഇവിടെ മാമൻ ഗുണ്ടയുടെ ഗുണ്ട അറിയാവാ. വാവാ, വരവ് കിടക്കില്ല. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട നിറക്കൂട്ട. അതിനകത്ത് പൂമാന ആ പാത്രമുള്ള എനിക്ക് അതല്ല മാമ, ട്രെയിനിൽ ആകയ ഇതർ അത് എങ്ങനെയുണ്ടായിരുന്നു? തീരെ ശരിയായില്ല. യാത്ര ശരിയായില്ലേ? അതല്ല, നിന്റെ ഹിന്ദി ഒട്ടും ശരിയായില്ല. ചകട 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 അടിച്ചടിച്ചടിച്ച്. അതല്ല മാമ, ഹിന്ദിക്കാരോട് സംസാരിക്കുമ്പോൾ ചകട ചകട അടിച്ച്. ബോംബെന്ന് ഇങ്ങോട്ട് വന്ന യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ട്രെയിൻ യാത്ര എനിക്ക് തീരെ പിടിച്ചില്ല. മുഷ്കിലായി തീരെ പിടിച്ചില്ല. അതിരിക്കട്ടെ, ഞാൻ ബോംബെ അതോലൊക്കെ കിട്ടുകിട വിറപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നീ വിളിച്ചപ്പോ ഓടി വന്നു. സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് കാര്യത്തിലാണ് എന്നെ വിളിച്ചത്? മാമ, ഞങ്ങളിവിടെ വാടകക്കാണ് താമസിക്കുന്നത്. അത് ശരി. അപ്പൊ വാടക കൊടുപ്പിക്കാനാണോ നീ എന്നെ ഈ ബോംബെന്ന് വിളിച്ചത്? എന്റെ കുഞ്ഞ് അവിടുത്തെ 2 പേര് കടയ്ക്ക് വാടക കൊടുക്കാനില്ല. ഞാൻ കിടന്ന് 4 കാലം ഓടുവായി. അതല്ലെന്ന് പിന്നെ ഫോൺ ചെയ്തപ്പോ ഇവള് വിവരങ്ങൾ പറഞ്ഞില്ലേ? മറ്റേ ഒരു തള്ളയുടെ തള്ളയുടെ അവന്റെ 2 വേണത്. അവരാണെങ്കിൽ ഇവിടുന്ന് ഒഴിവാകണില്ല. അവരൊന്നും ഒഴിപ്പിക്കണം. ഇവിടുന്ന് കുടി ഒഴിപ്പിക്കണം ആ തള്ളെ. എന്നിട്ട് നിങ്ങൾക്ക് വിറ്റിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നടക്കുകയല്ല. വെറുതെ അങ്ങനെ പേടിപ്പിച്ച് ഒഴിപ്പിക്കാനാണ്. നിങ്ങൾക്ക് വല്ല മന്ത്രവാദികളെ ഒഴിപ്പിച്ചാ പോരാ. എന്നെ ഈ ബോംബെ ദിവാകർജി എന്തിനു വിളിപ്പിച്ചു? അവൻ എങ്ങനെയെങ്കിലും അവരൊന്ന് പേടിപ്പിച്ചാ മതി. നടക്കുകയല്ല. ഒഴിപ്പിക്കുന്ന കേസ് നടക്കത്തില്ല. തീർത്തുകളെ അയ്യോ, തീർക്കാനാ മരണ ഡാലൂങ്ക തീർത്തുകളെ. ഒഴിപ്പിക്കാൻ നടക്കില്ല. അതൊന്നുമില്ല, പ്രശ്നമില്ല. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് തീർത്തുകളയാം. അത് വലിയ പ്രശ്നമാകും. പിന്നെ ഞങ്ങളൊക്കെ കോടതി കയറി നിങ്ങൾക്ക് വിഷയം വരത്തില്ലെന്ന്. കാരണം ഞാൻ ഇവിടെ തെളിവ് അവശേഷിപ്പിക്കുന്നില്ലല്ലോ. തെളിവില്ലാതാണ് ഞാൻ തീർത്ത്. തെളിവല്ല ഞാൻ ബോംബെക്ക് കൊണ്ടുപോവാ. എങ്ങനെ കൊണ്ടുപോകും? എടാ, ഞാൻ അവരെ കൊല്ലും. എന്നിട്ട് നേരെ വെട്ടി പീസാക്കി ഈ പട്ടിക്കകത്ത് ഞാൻ കയറ്റും. എന്നിട്ട് ഞാൻ ട്രെയിനെ ബോംബെക്ക് പോകുന്ന വഴി ഗോവയിൽ അവരുടെ തലയെടുത്തും കളയും. മനസ്സിലായ? കർണാടക കൊണ്ടുവന്ന് കൈയും കാലും കളയും. അവിടുന്ന് മഹാരാഷ്ട്ര ആകുമ്പോഴത്തേനും ഞാൻ ബാക്കിയുള്ളത് കളയും. അങ്ങനെ എല്ലാ സംസ്ഥാനത്തെ പോലീസുകാരും അമ്മ ഈ ഗോക്കളായിട്ട് കേസ് അവിടെ നിന്ന് പോവുകയുള്ളൂ. അന്വേഷിക്കാൻ അവന്റെ ഇഷ്ടം. എങ്ങനെയെങ്കിലും നീ പണ്ടാരത്തിന് ഒഴിപ്പിച്ചു തന്നാ. നമുക്ക് വിഷയമുള്ള കേസല്ല. ചോര കണ്ട അറപ്പ് പറയിച്ചിരിക്കുന്നതാണ്. ചോര കണ്ട എനിക്ക് ചോര കണ്ട തലകറക്കം വരും. അതുകൊണ്ട് എന്ത് കാര്യത്തിന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിലോട്ട് ഞാൻ കള്ളവണ്ടി കയറുക. അപ്പൊ ഈ പാലക്കാടുള്ള ഒരു 3-5 പയ്യന്മാരുണ്ടോ കള്ളവണ്ടി കയറാറുണ്ട്. നേരെ ചെന്നു ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ കാലെടുത്ത് കുത്തുന്നു. നിക്കിയ മറ്റേ കക്ഷി മറ്റേ ഇബ്രാഹിം ദാവൂദ്, അവിടുത്തെ ഭയങ്കര ഗുണ്ടയാണ്. ഇബ്രാഹിം ദാവൂദ് പുള്ളി എന്നെ കിടന്ന് ഒരു കത്തി എടുത്ത് മേലിട്ടിട്ട് ഞാൻ ചാടി അങ്ങ് പിടിച്ച് ഞാൻ ഈ കത്തിയാടി നിന്നപ്പോ ഈ ഇബ്രാഹിം ദാവൂദ് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, ആർക്കുണ്ട് ഈ ചങ്കുറ്റം ചെയ്ത് കാണിയിരുന്ന? അപ്പൊ തന്നെ പിടിച്ചിട്ട് പെടലേക്ക് വായിക്കത്തിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് കഴുത്തം കണ്ടിച്ചിട്ട് വീപ്പയ്ക്കകത്തോട്ടിട്ടു. അവിടെ കിടന്ന് പിടയ്ക്കുന്നു. പിന്നെ പിടച്ച് അതിന്റെ ജീവൻ പോയി കഴിയുമ്പോ
പതുക്കെ എടുത്ത് ഈ പപ്പും പൂടയൊക്കെ പറിച്ച് കറിക്കാണോ വറക്കാനാണോ അങ്ങനെ അരിഞ്ഞൊരു കിറ്റിലിടുന്നു, കൊടുക്കുന്നു, പൈസ മേടിക്കുന്നു, കോഴി കച്ചവടം ചെന്നിറങ്ങി. മറ്റേ ഇബ്രാഹിം ദാവൂദ് എന്ത്? അയ്യോ അവിടെ പുള്ളി ഭയങ്കര കോഴിക്കച്ചവടക്കാരനാണ് ഇപ്പോഴും. അയ്യോ നമ്മളതിന്റെ സൈഡിൽ നമുക്ക് കൂടി വന്ന ഒരു 30-40 കിലോ കച്ചവടം അത്ര. കോഴി കച്ചവടം ചെയ്തിട്ടാണ് കൊലപാതകം? അങ്ങനല്ല, പിന്നെ നമ്മളെ ദാതകളെ അവിടെ ഈ ചോര കണ്ട് അറപ്പ് മാറാൻ വേണ്ടി ആദ്യം കോഴിക്കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലായോ? പിന്നെ നമ്മൾ പണ്ടത്തെ തൊഴിലെല്ലാം ചോദിച്ച് നമ്മൾ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുക. ഓ അത് ശരി. ഇനി ഒരു കൂട്ടം കാണിച്ചു തരാം. പെട്ടിയിൽ എന്താണ്ടൊക്കെ ഉണ്ട്. വാ. എന്താ മാമ കണ്ടോണ കണ്ടോ മലപ്പുറം കത്തി. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാ? അല്ല ഞാൻ വാർത്ത കണ്ടില്ല മലപ്പുറം കത്തിയിട്ട്. ഇടപെട്ട മലപ്പുറം കത്തിക്കരിഞ്ഞ നല്ല ഞാൻ പറഞ്ഞു. ഇത് മലപ്പുറം കത്തി, മനസ്സിലായോ? മലപ്പുറം കത്തിയുണ്ട്, മിഷ്യൻ കണ്ടുണ്ട്. പക്ഷേ സ്പ്രിങ് പോയിരിക്കും, അത് വർക്ക് ചെയ്യാൻ ഇന്ന് നടക്കുകയില്ല. ഇപ്പൊ ശരിയാകും. പിന്നെ കടാരയുണ്ട്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് മതി. അതെ, നേരത്തെ അത് കൊടുക്ക്. നേരത്തെ എടുത്ത കത്തി അത് correct ആയിരിക്കും. ഇതാകുമ്പോ ഉണ്ടല്ലോ മത്തിയും ചാളയും ചൂരയും കേരയും ഒക്കെ നിന്നരിയ എനിക്ക് അതെ, എളുപ്പമാണ് അതെ, ഗോപി. ഇത് മതി, ഇത് മതി. മീൻപട്ട ഇത് മതി. ചാളയുടെ കുടൽ നല്ല കുടൽ കുത്തി. നീ അവളെ കൊണ്ട് വിധവ പെൻഷൻ മേടിപ്പിക്കണോ? അല്ല മാമ. എടാ ഇത് മീനെ കൊല്ലാനാണോ? പിന്നെ അവരെ തീർക്കാനുള്ളതാണ്. തീർക്കണ്ടായിരുന്നു. ഏത് സാധനം എന്നുള്ള ഞാൻ തീരുമാനിച്ചോളാം, ഏത് വെച്ച് ചെയ്യണമെന്നുള്ള. പിന്നെ നിങ്ങൾ ഇതിനകത്ത് കയറിയിരുന്നോണം. രാഖി രാമനെ പണിയും കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബോംബെയിലേക്ക് പോകും. ഇവിടുന്ന് എന്ത് ബഹളം കേട്ടാലും ആരും ഇറങ്ങി നോക്കില്ല. ഇല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ ഇറങ്ങി നോക്കല. മനസ്സിലായ? കാരണം എന്നുള്ള ശബ്ദമൊക്കെ കേൾക്കുന്ന അവരുടെ ആയിരിക്കും. അപ്പൊ ഇറങ്ങരുത്, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. അയ്യോ ഇങ്ങനെ കേട്ടാൽ ഇറങ്ങി വരണം. കാരണം കയ്യബദ്ധം പറ്റി അവരെന്റെ കൊങ്ങാക്കി പിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇറങ്ങി വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും. ബോംബെ റെസ്ട്രിക്റ്റ് വെച്ച് ഇഷ്ടം പോലെ പ്രാപിച്ചു. അപ്പൊ അത് മനസ്സിലാക്കിക്കോളാം കേട്ടോ. പിന്നെ ഒച്ചയും വെള്ളം കിട്ടാൻ വരരുത്. രാത്രിക്ക് രാമനം വിടും. മിക്കവാറും നാളത്തെ സുപ്രഭാതം എനിക്ക് കാണാൻ പറ്റിയത് വരില്ല. എടാ ഞാൻ ബോംബെയിലോട്ടുള്ള ട്രെയിനെ ബെർത്തേ കിടന്ന് ഈ കറങ്ങാത്ത ഫാൻ നോക്കി കിടക്കില്ല. പിന്നെ ഞാൻ അങ്ങനെ സുപ്രഭാതം കാണാം? സമയം കളയണ്ട. ഇവൻ പൊട്ടറാണ് ഇവ. മാമ തെളിവുകളൊന്നും ബാക്കി വെച്ചേക്കരുത്. എടാ തെളിവുകളൊന്നും ബാക്കി പൊക്കോ പിട്ടോ. ഓക്കേ. അയ്യോ എന്താ കൊല്ലണ കാണാൻ വേണ്ടിട്ട് ഞാൻ രാവിലെ പറയട്ടാ. അമ്മ ഞങ്ങൾ പോയി കിടന്നോട്ടെ എന്നാ. ഗുഡ് നൈറ്റ്. ഞാനൊന്ന് ആലോചിക്കട്ടെ എങ്ങനെ തീർക്കണം എന്നുള്ളത് മാത്രം ആലോചിക്കട്ടെ. അങ്ങനെ വിട്ടാൻ പറ്റിയല്ലോ. ഓക്കെടുക്കണോ മറ്റേ സാധനം എടുത്തോ, അമ്പമ്പിൽ കൊടുക്കണോ? ചെയ്യാം. എവിടെയോ കേട്ട ശബ്ദം ഈ ഹിന്ദി സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിൽ ഇല്ല. ഈ ബോംബെയിൽ ഭജനയ്ക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ? ഇല്ല. അതുപോലെ പിന്നെ ഇത് ഇവിടെ റെഡ് സ്ട്രീറ്റിലെങ്ങാനും വന്നിട്ടുണ്ടോ? റെഡ് സ്ട്രീറ്റ് ഇല്ല. എവിടെ കേട്ടത് ഞാനാണെങ്കിൽ ഇവിടെയും നല്ല പേര്. 20 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എൻ്റെ ഭാര്യ ദാക്ഷായണിയുടെ ആദേശം എന്റെ ദാക്ഷായണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കരുത് വരികയില്ലായിരുന്നു. എന്റെ ഭർത്താവിന്റെ അതേ ശബ്ദവും രൂപവും. അതായിരുന്നോ? ഭയന്ന് പോയല്ലോ ഭവന്. എന്താ പേര്? ഭൈമി രാഘവൻ. ഈ രാഘവൻ എന്റെ ഭർത്താവാ, മരിച്ചുപോയി. അപ്പൊ ഈ രാഘവന്റെ സ്ഥാനത്ത് പുതിയ പേര് ചേർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഇതുപോലെ സൗന്ദര്യമോ രൂപോ എത്തണങ്ങിയ ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ സമയം വരട്ടെ, അതൊക്കെ കിട്ടും, നോക്കണം. എന്താ പേര്? ദിവാകർജി. ബോംബെ അധോലോകത്തെ കിട്ടുകിട്ടാ പിറപ്പിക്കുന്ന ദാതയ ദിവാകർജി. ജി ഇനിഷ്യലാണോ? അല്ല ഇൻഷലല്ല. കാരണം നമ്മൾ ഈ ബോംബെയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ബഹുമാനത്തോടെ വിളിക്കും, ജി എന്നാ ചേർത്ത് എല്ലാം വിളിക്കും. പക്ഷേ അധോലോകത്തിനിടയിൽ എനിക്കൊരു ചുരുക്കപ്പേരുണ്ട്, DG. അപ്പൊ ഞാനും അങ്ങനെ വിളിക്കാം, DG. ഇഷ്ടമുള്ളവരൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. എന്തിനാ ഇവിടെ വന്നത്? കൊൾറതിക്ക്. അത് തമിഴാണല്ലോ. ബോംബെയില് തമിഴാണോ? അല്ലല്ല, ഈ പിന്നെ തമിഴ് ഹിന്ദിയിൽ കൊല്ലുന്നതിന് വേറെ ഇത് നിന്നെ കൊല്ലാൻ എന്റെ മരുമോളാണ് ഇവിടെ താമസിക്കുന്ന ഭർത്താവ്. അവർക്ക് ഇവിടെ നിന്ന് നിന്നെ പുറത്ത് ചാടിക്കണം, കൊന്നിട്ട് ഞാൻ പോവാ ബോംബെക്ക്. അയ്യോ ഞാനൊരു പാവപ്പെട്ടോളാം, എന്നെ ഒന്നും ചെയ്യല്ലേ. കൊല്ലാൻ വന്നാൽ ഞാൻ കൊല്ലും. ഞാൻ കരയാൻ സമയമായിട്ടില്ല. ഒറ്റ മിനിറ്റ്. എന്തെന്നറിയാമോ, നമുക്ക് ഒറ്റ കയ്യല്ല ഉള്ളു, എല്ലാം കൂടെ നടക്കൂല. പിടി
അനക്കൊന്നുമില്ലട്ടാ. മാമൻ വെളുപ്പിനെ പോയി. അനക്കൊന്നും എന്തായാലും സക്സസ് ആയി. അവരുടെ ശല്യം അനക്കൊന്നുമില്ല. മാമൻ വെളുപ്പിനെ പോയി. പറഞ്ഞായിരുന്നു ആരാണ് പറയില്ല, തെളിവുകൾ ബാക്കി വെക്കാതെ പോകുമെന്ന് പറഞ്ഞായിരുന്നു. പോയി. നീ നോക്കിയാ റൂമിൽ കയറി നോക്കിയാ? റൂമിൽ എന്തിനാ നോക്കണത്? റൂമിൽ കയറി നോക്ക്. റൂമിൽ നോക്കിയില്ല. എങ്ങനെയുണ്ടെങ്കിലല്ല പോലീസ് നായ ഒന്നും ഭയങ്കര പ്രശ്നവും. അയ്യോ. നോക്കിയടി, ഇത് അകത്തുനിന്ന് പൂട്ടിയിരിക്കണല്ലോ. തുറക്കാൻ പറ്റണല്ലോ. ഇനിയിപ്പോ ജനൽ വഴി എങ്ങനെ അവിടെ ജനലും വാതിലൊന്നും ഇല്ല. അകത്ത് ആളുണ്ടാവും. ചവിട്ടി തുറക്കാം. ചവിട്ടി തുറക്കാം. ചവിട്ടി തുറക്കാം. നീ ചവിട്ടിക്കോ, ഞാൻ എണ്ണ. 1 2 3 ഓടാ. എന്താ എന്താ മനുഷ്യന് സമാനമായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ? അല്ല വെളുപ്പിനെ പോകും എന്ന് പറഞ്ഞായിരുന്നു. ആര് പോകും? അല്ല അവരെ ചാക്കി കെട്ടി കൊണ്ടേ കളഞ്ഞ. ചാക്കി കെട്ടിക്കണ അവനെ പൂച്ച തള്ളേനെ തട്ടിയാ? തള്ളേനെ തട്ടിയാ? എന്തിനാ തള്ള തള്ളയോ? സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മുടെ തള്ള എന്നവരെ വിളിക്കുന്നു. ചോര കണ്ട അല്പം അറിയാം. ചോരൊക്കെ കണ്ട് അറപ്പം അറിയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 8 മണി വരെ ഞാൻ സമയം തരും. 8 മണിക്കുള്ളിൽ 2 പേരും കൂടെ കിടക്കാൻ പായി എന്തോന്ന് വെച്ചാൽ എടുത്തോണ്ട് ചുരുക്കൊണ്ട് ഇവിടെ അറിയിക്കണം. ഞങ്ങൾ 2 പേര്. പിന്നെ നിന്നെ ഈ 7 അയലത്തിന് കണ്ടുപോയത് ഇവിടെ കേട്ടോ. എനിക്കും എന്റെ മാളൂരോട് സുഖമായിട്ട് ജീവിക്കണം. ഏത് മാളു? എന്റെ മാളുവേ, മാളു. ഇതാണ് എന്റെ മാളു. എനിക്ക് മാളുവായിട്ട് സുഖമായിട്ട് ജീവിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? അതെ, പിന്നെ ഇന്നലെ ഈ അകത്ത് കൊണ്ടുപോയി കൊല്ലാനുള്ള ബലപ്രയോഗത്തിനിടയിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി മൂഡ് മാറി സംഭവിച്ചു പോയി. ഇന്നലെ ഞങ്ങളുടെ കല്യാണമായിരുന്നു. ബോംബെ ചെയിനിട്ട് ഞങ്ങൾക്ക് പെണ്ണ് കിട്ടി. പിന്നെ ഇന്നലെ ആദ്യ രാത്രിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാളുവിനെ സുഖമായിട്ട് ജീവിക്കണം. എല്ലാം ഇപ്പൊ അറിയിക്കണം. നല്ല പരിപാടിയായി പോയി. ഈ സാധനത്തെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ മാമനെ ഞങ്ങൾ വിളിപ്പിച്ചത്. എന്നിട്ടിപ്പോ ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കി പോടാണ്. ഇത് എന്ത് മര്യാദയാണ് മാമ? നീ ഇപ്പൊ എന്തുകൊണ്ട് വിളിച്ചേ? മാമാന്ന്. ഞാനല്ലടാ മാമ. ബോംബെ കിടന്ന് എന്നെ കേരളത്തിൽ വിളിച്ചു വരുത്തി എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന നീയാണ് മാമ. Comedy Masters.